ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വായോ, നമുക്ക് കുറുക്കൻ്റെയും കരടിയുടെയും ഒരു കഥ കേൾക്കാം. എന്തോ കഥയുടെ പേര്? കുറുക്കനും കരടിയും. എന്തുവാ? അപ്പം ഒരിക്കൽ കരടി തൻ്റെ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് കണ്ട് കുറുക്കൻ അടുത്തുകൂടി. എന്നിട്ട് പറഞ്ഞു. അപ്പൊ കരടി സ്വന്തം അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ കുറുക്കൻ വന്നിട്ട് പറയുന്ന കാര്യമാണ്, കരടി ചേട്ടാ, എനിക്ക് ഈ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഞാനും കൂടെ കൃഷി ചെയ്തോട്ടെ എന്ന് ആര് ചോദിച്ചു? കരടി ചേട്ടൻ്റെ അടുത്ത് കുറുക്കൻ വന്ന് ചോദിച്ചു. അപ്പൊ കരടി എന്തോ പറയുന്നേ? കുറുക്കച്ചാരെ, നീ പറഞ്ഞ കാര്യം കൊള്ളാം, നീ കൃഷി ചെയ്തോ, പക്ഷേ നീ കൃഷി ചെയ്യുന്നതിൽ ഒരു പങ്ക് ആർക്ക് തരണമെന്ന്? കരടി ചേട്ടന് വേണമെന്ന് കരടി ചേട്ടൻ കുറുക്കച്ചാരടുത്ത് പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പൊ കുറുക്കൻ എന്തോ പറഞ്ഞു? കുറുക്കൻ പറഞ്ഞു, അങ്ങനെയാവാം, ഞാൻ ഉണ്ടാക്കുന്ന വിളവിന്റെ പകുതി തരാം. അപ്പൊ കുറുക്കച്ചാര് കരടി ചേട്ടനടുത്ത് എന്താ പറഞ്ഞ്? ഞാൻ എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു വിളവുണ്ടല്ലോ, അതിന്റെ പകുതി അങ്ങ് കുറുക്കച്ചാര് കരടിച്ചാർക്ക് കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ. കരടിക്ക് സന്തോഷമായി. കൃഷിയെല്ലാം കുറുക്കൻ ചെയ്യും. കരടിക്ക് വെറുതെ വീട്ടിലിരുന്നാൽ മതി, വിളവിന്റെ പകുതി കിട്ടും, ഭക്ഷണം കുശാൽ അല്ലേ? ഭക്ഷണവും കഴിക്കാം, വെറുതെ വീട്ടിലും ഇരിക്കാം. കൃഷി കുറുക്കൻ ചെയ്തോളും, ജോലി ആര് ചെയ്തോളും? കുറുക്കൻ ചെയ്തോളും. എന്നിട്ട് പകുതി ഭക്ഷണം ആർക്ക് കിട്ടുകയും ചെയ്യും? കരടിക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ കരടിക്ക് സന്തോഷമായി. കുറുക്കൻ കൃഷി ചെയ്യാൻ മൺവെട്ടിയും പിക്കാസും ഒക്കെ ആയി വന്നപ്പോൾ കരടി ഗമയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. കൃഷി ചെയ്യുന്നതൊക്കെ കൊള്ളാം, ഇത്തവണത്തെ വിളവിന്റെ മുകൾ ഭാഗം എനിക്കും മണ്ണിനടിയിലേത് നിനക്കുമായിരിക്കും കേട്ടോ. അപ്പൊ കൃഷി ചെയ്യുമ്പം മണ്ണിനടിയിലും ഒരു ഭാഗം കാണും, മുകളിലോട്ട് ഒരു ഭാഗം കാണുമല്ലോ. മേളിലോട്ടുള്ള കേക്ക് മണ്ണിനടിയിൽ വേര് കാണത്തില്ലേ? അതിന്റെ ഫലം ചിലപ്പോൾ ക്യാരറ്റാ കൃഷി ചെയ്യുന്നെങ്കിൽ ക്യാരറ്റ് എവിടെയാ പിടിക്കുന്നത്? മണ്ണിനടിയിലാണ് പിടിക്കുന്നത്. ചേനയാണെങ്കിൽ മണ്ണിനടിയിലാണ് പിടിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പം ഈ കരടിച്ചാലും മന്ദബുദ്ധിയ. കരടിച്ചാലും എന്തോ പറഞ്ഞ്? മുകൾ ഭാഗം കുറുക്കനും മുകൾ ഭാഗം കരടിക്കും, താഴെ മണ്ണിനടിയിലുള്ള ഭാഗം ആർക്കുമാന്ന് പറഞ്ഞ്? കുറുക്കനുമാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറുക്കൻ അത് സമ്മതിച്ചു. കുഴി കുത്തി എന്തോ അങ്ങ് നട്ട്? ചേന നട്ടു കേട്ടോ. കുറുക്കൻ എന്തോ നട്ടത്? ചേന. ചേനയുടെ മുകളിലോട്ടുള്ള ഭാഗമാണോ മണ്ണിനടിയിലുള്ള ഭാഗമാണോ നല്ലത്? മണ്ണിനടിയിലല്ലേ ചേന പിടിക്കുന്നത്. കുറുക്കന് ബുദ്ധിയുണ്ട്. കുറുക്കൻ എന്തോ ഇത്? ചേനയാണ് നട്ടത്. ചേന ഉണ്ടാവുന്നത് മണ്ണിനടിയിലാണല്ലോ. വിളവെടുക്കുന്ന സമയമായപ്പോൾ കുറുക്കൻ കരാർ പ്രകാരം മണ്ണിന് മുകളിൽ തണ്ടും ഇലയും കരടിക്ക് കൊണ്ടുകൊടുത്തു. അപ്പൊ കരടിക്ക് എന്തോ കിട്ടിയത്? മണ്ണിന് മുകളിലോട്ട് പിടിച്ചിരിക്കുന്ന ചേനയ്ക്ക് മണ്ണിന് മുകളിലോട്ട് എന്തോ ഉള്ളൂ? തണ്ടും ഇലയും മാത്രമേ ഉള്ളൂ. ചേന എവിടാ പിടിക്കുന്നേ? മണ്ണിനടിയില്. വലിയ ചേന ചുമന്ന് തന്റെ വീട്ടിലേക്ക് പോയി. കരടിക്ക് പണി കിട്ടിയതുണ്ടോ? കരടി പറഞ്ഞ് മുകളിലുള്ള ഭാഗം ചേന തണ്ടും ഇലയും കൊണ്ടുപോയി കരടിക്ക് കൊടുത്തിട്ട് ചേനയും കൊണ്ട് കുറുക്കൻ വീട്ടിൽ പോയി. കരടിക്ക് ദേഷ്യം വന്നു. കള്ള കുറുക്കൻ തന്നെ പറ്റിച്ചു അല്ലേ? ശരി, അടുത്ത തവണ അവനെ ഞാനും പറ്റിക്കും കേട്ടോ. പിറ്റേ തവണ മൺവെട്ടിയും പിക്കാസുമായി കുറുക്കൻ വന്നപ്പോൾ കരടി ഗർജിച്ചു. കുറുക്ക, നിന്റെ വേലയൊന്നും എന്നോട് വേണ്ട. ഇത്തവണ കൃഷി ചെയ്യുന്നതിന്റെ അടിഭാഗം എനിക്കും മുകൾ ഭാഗം നിനക്കും കേട്ടോ. അപ്പൊ കുറുക്കൻ അതും സമ്മതിച്ചു. അപ്പൊ ഇത്തവണ കരടിച്ചാര് വെച്ചേക്കുന്നത് എങ്ങനെയാ? മണ്ണിനടിയിലുള്ള ഭാഗം ആർക്ക് വേണം? കരടിക്ക് വേണം. മുകളിലോട്ടുള്ള ഭാഗം ആർക്ക് വേണം? കുറുക്കന് എടുത്തോളാൻ പറഞ്ഞു. കുറുക്കൻ അതും ഒന്ന് സമ്മതിച്ചേ. വലിയ കുഴി കുത്തി അതിൽ വാഴ നട്ടു. വാഴയ്ക്ക് എവിടാ കൊല പിടിക്കുകയൊക്കെ ചെയ്യുന്നേ? മോളില്. അപ്പൊ കുറുക്കന്റെ ബുദ്ധി ഉണ്ടോ? വലിയൊരു കുഴി എടുത്തിട്ട് അതിനകത്ത് വാഴ നട്ടു. കുഴി കുത്തുന്നതും വാഴ നടുന്നതും ദിവസവും കുറുക്കൻ വെള്ളം കോരി നനയ്ക്കുന്നതും എല്ലാം കരടി കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞു. വിളവെടുക്കാനായിട്ടുള്ള സമയം വന്നപ്പോഴാണെങ്കിൽ എന്തോ എന്നറിയാമോ മക്കളെ? മുകൾ ഭാഗത്തെ ഇലയും പഴവും കുറുക്കൻ എടുത്തു. മുകൾ ഭാഗം കുറുക്കനാണെന്നാണേ കരടി വെച്ചിരുന്നത്.
അപ്പൊ മുകൾ ഭാഗത്തുള്ള ഇലയും പിന്നെന്തുവാ പഴവും എല്ലാം ആരും കൊണ്ടുപോയി? കൂർക്കം കൊണ്ടുപോയി. താഴത്തെ തണ്ടും മറ്റും താഴത്തെ വേരല്ലേ ഉള്ളു. വാഴയ്ക്ക് അടിയിൽ എന്തുണ്ട്? വേര് മാത്രമല്ലേ ഉള്ളു. ആ വേരും തണ്ടും എല്ലാം കൂടെ ആർക്ക് കൊടുത്ത്? കരടിക്ക് കൊടുത്ത്. കേട്ടോ? കരടിക്ക് ഒറ്റ പഴം പോലും കിട്ടിയില്ല. അതിൽ നിന്ന് കരടി ഒരു പാഠം പഠിച്ചു. അറിയാത്ത തൊഴിൽ ചെയ്യാൻ പോകരുത്. പോയാലോ കരടിക്കുണ്ടായ പോലെ ഭയങ്കര നഷ്ടം ഉണ്ടാവും. കേട്ടോ? അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ എന്തോ ചെയ്യാവൂ. അല്ലാതെ അറിയാത്ത ജോലി ചെയ്യാൻ പോലെ ഇങ്ങനെ ഇരിക്കും. കരടിയുടെ അവസ്ഥയാവും. മനസ്സിലായോ? കരടിക്ക് 2 തവണ വിളവെടുത്തപ്പോഴും വല്ലതും കിട്ടിയോ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കഥ? എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.